സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്ന CPM നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വിഷയം വഴിവെക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും ഷീത്ത് പാലക്കാട്ട് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ധാർമ്മികതയുടെ പ്രശ്നം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കോടതി ചില ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമടക്കം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടയിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നു. പക്ഷേ രാജി വേണ്ട എന്ന നിലപാടിൽ പാർട്ടി എത്തുന്നു. എങ്ങനെ ഒരു പ്രതിരോധം ഈ ഘട്ടത്തിൽ CPM-ന് സാധ്യമാകും ഷഫീ? റിജിത്ത്, ഒരൊറ്റ കാര്യത്തിന് 2 തവണ രാജി അത് ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. അങ്ങനെയാണ് സജി ചെറിയാന് അകമഴിഞ്ഞ പിന്തുണ CPM സംസ്ഥാന നേതൃത്വം നൽകുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ അതിൽ ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, മുൻ അന്വേഷണത്തെ ഒരു തരത്തിൽ റദ്ദ് ചെയ്യുക കൂടിയാണ് ഇന്നലെ ഹൈക്കോടതി നിരീക്ഷണത്തോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ തന്നെ ഉയർന്നു വന്ന അഭിപ്രായം ഇങ്ങനെയായിരുന്നു. അതായത് 2022-ൽ മല്ലപ്പള്ളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ധാർമ്മികതയുടെ പേരിൽ ഒരിക്കൽ സജി ചെറിയാൻ മന്ത്രി പദവി രാജിവെച്ചതാണ്. അതിനുശേഷം പോലീസ് അന്വേഷണം നേരിടുകയും കോടതിയിൽ റിപ്പോർട്ട് പോവുകയും കോടതി ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. പിന്നാലെ ഒരു അപ്പീലിലൂടെ വിഷയം ഹൈക്കോടതിയിലേക്ക് എത്തുകയും ഹൈക്കോടതി ആ വിഷയത്തിൽ പോലീസ് വീഴ്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിരീക്ഷിച്ചത് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്ത് തന്നെ നിലനിന്ന് തന്നെ തുടരന്വേഷണം നേരിടട്ടെ എന്നുള്ളതാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അതായത് മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണം നേരിടാൻ വേണ്ടി തന്നെയാണ് ഹൈക്കോടതി വിഷയത്തിൽ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കാതെ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അതല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നുള്ളൊരു തീരുമാനമെടുത്തത് എന്നുള്ളൊരു വിലയിരുത്തൽ CPM ഒരു ന്യായവാദമായി ഉയർത്തുന്നുണ്ട്. അങ്ങനെയാണ് സജി ചെറിയാൻ നിലവിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യവുമില്ല. മാത്രവുമല്ല, പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ഉൾപ്പെടെ ഗൗനിക്കാതെ വിടാം. അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ വിഷയത്തിൽ അതിഗുരുതരമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉയർത്തിയിട്ടാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം അവരുടെ ആക്ഷേപം കടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു, മന്ത്രിയെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വളരെ തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകി. പ്രത്യേകിച്ച് ഈ പെൺഡ്രൈവും CCTV ദൃശ്യങ്ങളുടെയൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുക്കുകയും മജിസ്ട്രേറ്റ് കോടതിയുടെ അക്കാര്യത്തിലെ നിരീക്ഷണവും ഹൈക്കോടതി പൂർണ്ണമായും തള്ളുകയെന്നാൽ മുൻപുണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ സാഹചര്യത്തിൽ ധാർമ്മികത എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു നിലപാട് അത് പ്രതിപക്ഷം കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM സംസ്ഥാന നേതൃത്വം സജി ചെറിയാന് പൂർണ്ണ പിന്തുണ കൊടുത്തൊരു സാഹചര്യത്തിൽ ഇനി തുടർ നീക്കങ്ങൾ, പ്രത്യേകിച്ച് അപ്പീലടക്കം പോകുന്ന കാര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എന്നുള്ളതും CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സജി ചെറിയാൻ ഇന്നലെ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ നിയമമന്ത്രി P. രാജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് CPIM. ഷീത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷീത്ത്, നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ ഗുരുതരമായൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലം കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ ധാർമ്മികതയൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് തന്നെ ചില വിഷയങ്ങൾ, ഈ അന്വേഷണത്തിലുള്ള അവിശ്വാസമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് അങ്ങനെ ഗുരുതരമായൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കൊരു പ്രതിരോധം സാധ്യമാകുമോ എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ പരിശോധിച്ചത്. വിമർശനം, പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ പ്രതിരോധിക്കുക? റിജിത്ത്, CPM ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് സജി ചെറിയാൻ്റെ വാദങ്ങൾ കേൾക്കാതെ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ കോടതി എടുത്ത തീരുമാനം എന്ന നിലയ്ക്കാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ സജി ചെറിയാൻ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കാതെ വരുമ്പോൾ അത് സ്വാഭാവിക നീതിയുടെ, നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ലംഘനമാണ് എന്ന വാദമാണ് CPM പ്രധാനമായി ഉയർത്തുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൻ്റെ പേരിൽ ധാർമ്മികത ചൂണ്ടിക്കാണിച്ച് നേരത്തെ തന്നെ സജി ചെറിയാൻ രാജിവെച്ചതാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ നടപടിയെ നിയമപരമായി നേരിടും. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം, സജി ചെറിയാൻ്റെ വാദം കോടതി കേട്ടില്ല, അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന കാര്യവും പ്രചരിപ്പിക്കും. ഇതാണ് CPM, ഇങ്ങനെയാണ് CPM ഈ വിഷയത്തെ നേരിടാൻ പോകുന്നത്. എന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു പ്രധാന മുദ്രാവാക്യമായി പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സജി ചെറിയാനെതിരെ വന്ന കോടതിയുടെ പരാമർശവും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിനെതിരെ, അതായത് അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല, ഇക്കാര്യത്തിൽ ഒരു തിടുക്കപ്പെട്ട് ധൃതിയിലൊരു അന്വേഷണം റിപ്പോർട്ട് ഫയൽ ചെയ്യുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് കോടതി
ചൂണ്ടിക്കാണിച്ചത്. നല്ല ഇൻറ്റഗ്രിറ്റിയുള്ള പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിനായി നിയോഗിക്കണമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പോലീസിൻ്റെ അന്വേഷണ സംവിധാനത്തിനെതിരെയുള്ള ഗുരുതരമായ വിമർശനം കൂടിയായിട്ട് ഇത് മാറുന്നു. അതുകൊണ്ട് ആ നിലയ്ക്കും സർക്കാരിന് ഇത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരി, ആർ ശ്രീത്തും ഷഫീദ് റാവുത്തറും വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും പ്രതിപക്ഷം പിന്നോട്ടില്ല. ശക്തമായ പ്രതിഷേധവുമായി, രാജി ആവശ്യം ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സജി ചെറിയാന്റെ ഭാഗം കേട്ടില്ല എന്ന വാദം കൊണ്ട് എത്രത്തോളം നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ CPM-ന് കഴിയും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയുകയും വേണം.